ഇന്ന് നമ്മൾ പഴം കൊണ്ട് പഴുത്ത പഴം നന്നായി പാകമായ പഴം കറുത്ത പഴം കളയണ്ട, അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കാം. പഴം കൊണ്ട് നമ്മൾ നല്ലൊരു കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം പാൻ ചൂടായി അതിലേക്ക് ഞാൻ 2 കഷ്ണം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ചേർക്കാം. ബട്ടർ ഉരുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. പിന്നെ എൻ്റെ പഴം പുളിശ്ശേരി വീഡിയോ നന്നായി ഓടി വരുന്നുണ്ട്. എല്ലാവരും കാണുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എല്ലാ വീഡിയോയും കാണണം. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ബട്ടർ ഉരുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പഴം, നല്ല പാകമായ പഴം അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കുക. ചെറുതീയിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. പഴം മധുരമുള്ള പഴമാണ്, എന്നാലും 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു അരമുറി നാളികേരം ചിരകിയത്, അതിൽ ഏലക്ക 2 എണ്ണം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അതും ഇത് കൂടി ഇട്ട് നല്ലോണം വറുത്തെടുക്കാം. പഴം നല്ലോണം വേവണം. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായമായവർക്കായാലും ഒക്കെ നമ്മൾ പഴം നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ അത് കളയേണ്ട. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ലോണം പാകമായ കറുത്ത് കഴിഞ്ഞാൽ തിന്നാൻ താല്പര്യമില്ല. പുഴുങ്ങിയാലും അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രുചിയുള്ള കട്ട്ലേറ്റായിട്ട് കിട്ടും. ഇനി ഇത് നല്ലോണം വെന്ത് വരട്ടെ. പഴം നല്ലോണം വെന്ത് വെണ്ണയിൽ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരവും പഞ്ചസാരയും ഏലയ്ക്ക് നല്ല മണമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് അത് നമ്മൾ കുഴച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് നമ്മൾക്ക് കുറച്ച് ബ്രെഡ് പൊടി ചേർക്കാം. ബ്രെഡ് പൊടി ചേർത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ബ്രെഡ് പൊടി, നാളികേരം, ഏലയ്ക്ക, പഴം ഒക്കെ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് തീ ഓഫാക്കാം. ഇനി ചൂടാറിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പഴം മിക്സ് കട്ട്ലേറ്റിൻ്റെ അത് നല്ലോണം കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് പരത്തി നമുക്കത് ചുട്ടെടുക്കാം. ഇനി നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ മൈദമാവാണ്, 2-3 ടീസ്പൂൺ മൈദമാവ് കലക്കിയതാണ്. പിന്നെ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പഴം കട്ട്ലേറ്റ് ഒക്കെ എടുത്ത് പരത്തി കയ്യിൽ ഇട്ട് അമർത്തി എടുത്തു. ഇനി അത് നമ്മൾ മൈദമാവിൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. മൈദമാവിൽ മുക്കിയെടുത്തു. ഇനി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ടെടുക്കാം. ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കുക. അങ്ങനെ നമ്മളുടെ കട്ട്ലേറ്റൊക്കെ മൈദമാവിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം.
ഓരോന്നോരോന്ന് 4 ഇട്ടിട്ടുണ്ട്. ഇനി അത് വെന്ത് വരട്ടെ. പിന്നെ ഒരു പുറം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തു. ഈ പുറം കൂടിയും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാം. നല്ല രുചിയുള്ള കട്ട്ലറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഭക്ഷണം വെച്ചിട്ട് അത് രുചിയുള്ള ഭക്ഷണം എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ അതിലിടാറുള്ളൂ. ഞാൻ ആര് വന്നാലും അങ്ങനെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് കട്ട്ലേറ്റ്, പഴം കട്ട്ലേറ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി പ്ലേറ്റിലേക്ക് ഇടാം. പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. ഇനി അത് വെന്ത് വരട്ടെ. നമ്മളെ അടുത്ത ട്രിപ്പും പഴം കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കി 2 കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇതും കൂടി വെന്ത് വരട്ടെ. അങ്ങനെ നമ്മളുടെ പഴം കട്ട്ലേറ്റ് എല്ലാം റെഡിയായി. നല്ല രുചിയുള്ള പഴം കട്ട്ലേറ്റാണ്. എല്ലാം റെഡിയായി. കണ്ട, നല്ല മുരിഞ്ഞ കട്ട്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. രുചിയുള്ള പഴം കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കണ്ട, നല്ല മുരിഞ്ഞ പഴം കട്ട്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലേക്കിട്ടേക്കാൻ അതിൻ്റെ ഒരു മണവും നമുക്കറിയണേ ഇല്ല. നല്ല രുചി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.